വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് മുടി പൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികളൊക്കെ വളരാനും താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഈ പാക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 25 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ട് ചിലപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ അത് കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നുള്ള ആ ഒരു കാലാവസ്ഥ ചേഞ്ചിൽ വരുന്നതാണ്, അത് സ്വാഭാവികമാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കെയർ കൊടുത്താൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളിപ്പോൾ വലിയ രീതിയിൽ ഹെയർ ഫോൾ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 തവണ വെച്ച് ട്രൈ ചെയ്യുക. ചെറിയ രീതിയിലുള്ള ഹെയർ ഫോൾ ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 1 തവണ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിലും താരന്റെ പ്രശ്നവും മാറ്റിയെടുത്തിട്ട് മുടി നല്ല ഉള്ളോട് കൂടി വളരാനും ഹെയറിന് ഒരു റീഗ്രോത്ത് ഉണ്ടാവാനും സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത്. നിങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കേണ്ടത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് മുരിങ്ങയിലയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. വലിയ തണ്ടൊക്കെ ആണെങ്കിൽ 1 തണ്ട് നിങ്ങൾ എടുത്താൽ മതി. ചെറിയ തണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 തണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന്റെ വലിയ തണ്ട് ഒഴിവാക്കിയിട്ട് ചെറിയ തണ്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് അരിച്ചെടുക്കാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ചെറിയ തണ്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മുരിങ്ങയില നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. ഇപ്പോൾ മുടി കൊഴിച്ചിൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് താരന്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ റുട്ടീനിൽ ആഴ്ചയിൽ 1 തവണ നിങ്ങൾ മുരിങ്ങയില ഉപയോഗിക്കുകയാണെങ്കിൽ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മുരിങ്ങയില നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മുരിങ്ങയില ഉപയോഗിക്കണം, ഏറ്റവും നല്ലതാണ്. ഇനി മുരിങ്ങയില നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ മാത്രം മുരിങ്ങയിലയ്ക്ക് പകരം നിങ്ങൾക്ക് പേരയില ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 5-8 പേരയില ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി എന്താ പറയുക, മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയുള്ളി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല. കാരണം നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരന്റെ പ്രശ്നം കുറയ്ക്കാനും ഹെയറിന് റീഗ്രോത്ത് ഉണ്ടാവാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് തേങ്ങയായിട്ട് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ചെറിയൊരു ബൗൾ നിറച്ചും തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില അത്യാവശ്യം മുടിക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചേർക്കുന്നത്. തേങ്ങ പറ്റില്ല എന്നാണെങ്കിൽ തേങ്ങയ്ക്ക് പകരം തൈര് ഉപയോഗിക്കാം. ഒരു 3 സ്പൂൺ അളവിൽ നിങ്ങൾ തൈര് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3 സ്പൂൺ 4 സ്പൂൺ ആ ഒരു അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ പാക്ക് നമുക്കിന്ന് ഒരുപാടൊന്നും ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനൊന്ന് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് കഞ്ഞിവെള്ളം ചേർത്തിട്ട് ലൂസ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്കിത് ഒരാൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു അളവ് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ 2 പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ. മുടി വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ നിങ്ങൾ മുടിയിൽ തേക്കണം. ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ തേക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ പാക്കിൽ മുരിങ്ങയില ആയതുകൊണ്ട് അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാവും. നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ തേക്കാൻ മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് ഓയിൽ തേക്കുന്നത് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ നമുക്കിനി പാക്ക് മുടിയിലല്ല സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോട്ടണൊക്കെ ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ തേക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തേക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കൈ ഉപയോഗിച്ചിട്ട് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സെക്ഷനായിട്ട് പിന്നെ ഇഴ എടുത്തിട്ട് തേക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കാനായിട്ട്. ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്കിത് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം. ഫ്രണ്ടിലും ബാക്കിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾക്കിപ്പോൾ നെറ്റിക്കയറ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. ഹെയറിന് റീഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കുന്ന ബെസ്റ്റ് പാക്കാണ്. നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക.
പിന്നെ ഈ പാക്ക് മുടിയിൽ തേക്കണം നിർബന്ധമില്ല. നമ്മൾ സ്കാൽപ്പിലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ എന്തായാലും മുടിയിലേക്കാവും. മുടിയിലേക്ക് നിങ്ങൾക്ക് തേക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാക്ക് ഉണ്ടെങ്കിൽ മുടിയിൽ തേക്കാം, അല്ലെങ്കിൽ സ്കാൽപ്പിൽ മാത്രമായിട്ട് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ ഉള്ളിയാകുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, സ്മെല്ല് ഉണ്ടാവില്ലേ എന്നുള്ളത്. ചെറിയ രീതിയിലൊരു സ്മെല്ല് എന്തായാലും ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. ഒരു ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഈ പാക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിൽ ലീവിൻ്റെ സമയത്തൊക്കെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പാക്ക് തേച്ച് ഒരു 15 മിനിറ്റ് നേരമൊക്കെ വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പം ഞാനിത് ആ പാക്ക് കറക്റ്റായിട്ട് സ്കാൽപ്പിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റിയുടെ സൈഡിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്കിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെയൊക്കെയാണ് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുക. മുടി കൊഴിച്ചിലല്ലാതെ നമുക്ക് പുതിയ മുടികളൊക്കെ വളരുന്നതില്ലേ, അത് ഈ നെറ്റിയുടെ സൈഡിലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരുന്നത് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഒറ്റ യൂസിലല്ല, ഒരു 2-3 തവണയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ മുടിക്ക് ഉള്ളില്ല എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാട്ടോ. മുടി ഉള്ളോട് കൂടി വളരാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും. പിന്നെ പാക്ക് എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷാമ്പു ഉപയോഗിക്കരുത്, വെറുതെ വെള്ളത്തിൽ തന്നെ നിങ്ങൾ കഴുകുക കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ള ഒരു സമയമാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ വെച്ച് ഈ പാക്ക് ട്രൈ ചെയ്യാം. അടുപ്പിച്ച ദിവസങ്ങളിൽ ചെയ്യരുത്. ഒരു 3-4 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ആഴ്ചയിൽ 2 തവണ ചെയ്യാം. ചെറിയ രീതിയിലുള്ള ഹെയർ ഫോൾ ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 1 തവണ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുടി കഴുകുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.